So, hi everyone. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 ബാച്ച് മാത്സിൽ S4ൻ്റെ മൊഡ്യൂൾ 3 ആണ്, ട്രീസ് പറഞ്ഞിട്ട്. സോ നമുക്ക് ടൈം അധികം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിലേക്ക് പോകും. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രീ എന്താ പറഞ്ഞുതരാം. സോ ട്രീ എന്ന് പറയുന്നത് എ കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് എനി സർക്യൂട്ട്. ഇതെന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഗ്രാഫാണ് ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി സർക്യൂട്ട്സ് ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്കിതിൽ എക്സാമ്പിൾസ് ആയിട്ട് കാണിച്ചു തരാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വേർട്ടെക്സ് ഉള്ള ഒരു ട്രീ ഉണ്ട് നിൽക്കാം. അതേപോലെ തന്നെ 2 വേർട്ടെക്സ് ഉള്ള ട്രീ ആണിത്. ഇതെന്ന് പറയുന്നത് 3 വേർട്ടെക്സ് വരുന്ന ഒരു ട്രീ ആണ്. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ വരയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് 4 വേർട്ടെക്സ് വരയ്ക്കുന്ന ഒരു ട്രീ വരച്ചു നോക്കാം. ഇത് 4 വേർട്ടെക്സ് ആണ്. അതേപോലെ തന്നെ അത് നമുക്ക് സ്ട്രെയിറ്റ് എന്നുള്ള രീതിയിൽ വരച്ചു നോക്കാം. 1 2 3 ആൻഡ് 4. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ആണ്. So okay, so properties of graph of a tree. ട്രീയുടെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് കുറച്ച് ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യണം. ഇതിന് ഓരോന്നിനും പ്രൂഫുകളും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ പ്രൂഫ് വെച്ച് പഠിച്ചു തുടങ്ങാം. നമുക്ക് there are only one path between every pair of vertex in a tree T. So എന്താ പറയണേ, it says like ഒരു പാത്ത്, അതായത് ഇപ്പോൾ ഒരു വേർട്ടെക്സ് ഉണ്ട് നിൽക്കാം. ഓക്കെ, ഒരു വേർട്ടെക്സ് ഉണ്ട് നിൽക്കാം, ഒരു പെയർ ഓഫ് വേർട്ടെക്സ് ഉണ്ട് നിൽക്കുക. ഇങ്ങനെ ഒരു പെയർ ഓഫ് വേർട്ടെക്സ് ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു പാത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ഒരു പെയർ ഓഫ് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതിൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ടാവും എന്നാണ് പറയണത്. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിൻസ് ടി ഈസ് എ ട്രീ ഇറ്റ് ഈസ് കണക്റ്റഡ്, നമ്മളോട് പറയാണ് ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രീ ഉണ്ട്. ആൻഡ് ഈ ട്രീ എന്ന് പറയുന്നത് എന്താണ്, കണക്റ്റഡ് ആണ്. ഓക്കെ, സോ ഇത് കണക്റ്റഡ് ആണ്. ആൻഡ് there must exist at least one path between every pair of vertex. എല്ലാ പെയർ ഓഫ് വേർട്ടെക്സ് തമ്മിലും അറ്റ്ലീസ്റ്റ് ഒരു പാത്തെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് ഒരു പാത്തേലും വേണം എന്ന് പറയാണ്. സപ്പോസ് there exist 2 vertex. നമ്മളപ്പോൾ സപ്പോസ് ചെയ്യണേ. എന്താ സപ്പോസ് ചെയ്യുന്നത്, 2 വേർട്ടെക്സ് ഉണ്ട്. ആ 2 വേർട്ടെക്സിൻ്റെ പേരെന്താ, എ ബി യു ആണ്. സച്ച് ദാറ്റ് there are 2 paths between, ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന 2 പാത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, എ ആൻഡ് ബി. ദെൻ ദ യൂണിയൻ ഓഫ് ദീസ് 2 പാത്ത് ഫോം എ സർക്യൂട്ട്. അപ്പോൾ ഈ 2 പാത്തിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സർക്യൂട്ടായിരിക്കും. ഇതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടായിരിക്കും. ആൻഡ് ടി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രീ ആവാൻ പറ്റില്ല. സർക്യൂട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രീ ആവാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു പാത്ത് ഉണ്ടാവുള്ളൂ, ഒറ്റ ഒരു പാത്ത് ഇവർ തമ്മിൽ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഓക്കെ, സോ ആദ്യത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു, 2 വേർട്ടെക്സ് ഉണ്ട്, അവർ ജോയിൻ ചെയ്യുന്ന ഒരൊറ്റൊരു സിംഗിൾ പാത്ത് ഉണ്ടാവും. ഇതിൻ്റെ പ്രൂഫ് പറയുന്നത് ടി എന്ന് പറയുന്ന ഒരു ട്രീ ആണ്, അത് കണക്റ്റഡ് ആണ് നിൽക്കുക. എവറി പെയർ ഓഫ് വേർട്ടിസസ് തമ്മിൽ ഒരു പാത്ത് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് സപ്പോസ് ചെയ്യണം, 2 വേർട്ടെക്സ് എടുക്കുകയാണ്, എയും ബിയും, ആൻഡ് ഇവരെ കണക്ട് ചെയ്ത് 2 പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. സോ നമ്മൾ ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ അതെന്ന് പറയുന്നത് ഒരു സർക്യൂട്ടായി മാറും. ആൻഡ് ഈ സർക്യൂട്ടായി മാറിക്കഴിഞ്ഞാൽ എന്താണ്, ടീക്ക് ഒരിക്കലും ട്രീ ആവാൻ പറ്റില്ല. കാരണം ഒരു ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് ഉണ്ടാവരുത് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. സോ എന്താണ്, ആകെ ഒരു 1 and only പാത്തേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, സോ നമ്മൾ
അടുത്ത പ്രൂഫിക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് നമ്മുടെ രണ്ടാമത്തെ പ്രൂഫാണ്. If in a graph G there is one and only one path between every pair of vertex, then G is a tree. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഗ്രാഫ് G ഉണ്ട് ആൻഡ് അത് തമ്മിൽ ഒരൊറ്റ പാത്തേ ഉള്ളൂ നിൽക്കുക ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വേർട്ടസസ്. എല്ലാ പെയർ ഓഫ് വേർട്ടസസ് തമ്മിലും ഒരൊറ്റൊരു പാത്തേ ഉള്ളൂ എങ്കിൽ അതെന്താണ്? അത് ട്രീ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് പാത്ത് ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വേർട്ടിസസ് എഷ്യൂർസ് ദാറ്റ് ജി ഈസ് കണക്റ്റഡ്. എല്ലാ പെയർ ഓഫ് വേർട്ടിസസ് തമ്മിലും പാത്ത് ഉള്ളത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണേ? നമുക്കുള്ള ജി എന്ന് പറയുന്നത് കണക്റ്റഡ് ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇഫ് ജി കണ്ടെയ്ൻസ് എ സർക്യൂട്ട് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ പെയർ ഓഫ് വേർട്ടിസസ് എ ആൻഡ് ബി such that there are two distinct paths between A and B. ഈ G എന്ന് പറയുന്നത് എന്താണ്? സർക്യൂട്ടാണ് നിൽക്കുക. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സർക്യൂട്ട് ആണെന്ന് വെക്കുക. ഒറ്റ സെക്കൻഡ്. സർക്യൂട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? രണ്ട് പാത്ത് ഉണ്ട് എന്നായിരിക്കും, എയും ബിയും തമ്മിലുള്ള ഇതിൽ. ഓക്കെ, അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ സിൻസ് ജി ദർ ഈസ് ഓൺലി വൺ ആൻഡ് ഓൺലി പാത്ത് ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വേർട്ടിസസ്, ഒരു പാത്തേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ട്. ജി ഹാസ് നോ സർക്യൂട്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ജിക്ക് സർക്യൂട്ട് ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ജി എന്ന് പറയുന്നത് ഒരു ട്രീ ആണ്, നമുക്ക് അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? മറ്റേ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് ഇതെന്ന് പറയുന്നത്. സോ അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി നമുക്ക് മൂന്നാമത്തേക്ക് വരാം. മൂന്നാമത്തെ പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് എ ട്രീ വിത്ത് n വേർട്ടസസ് ഹാസ് n-1 എഡ്ജസ്. ഒരു ട്രീയിൽ n വേർട്ടെക്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രൂഫ് ഇസ് ബൈ ദ മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഓഫ് n. ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഓഫ് n യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ഇത് പ്രൂവ് ചെയ്യാൻ പോണത്. ദ നമ്പർ ഓഫ് വേർട്ടസസ്, നമ്മൾ നമ്പർ ഓഫ് വേർട്ടസസ് എന്ന് പറയുന്നത് ഇഫ് 4 നമ്മളിപ്പോൾ എടുക്കുകയാണ്, n = 1 ആണെങ്കിൽ നമുക്ക് എന്താണ്? ഒറ്റൊരു ഇതല്ലേ ഉണ്ടാവുള്ളൂ, ഒറ്റൊരു എഡ്ജല്ലേ. ഇതിൽ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും? ഇതിൽ ഒരു വേർട്ടെക്സേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ? കുറച്ചും കൂടി വൃത്തിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ n1 - 1. ഇനി n2 ആണെങ്കിലോ നമുക്ക് ഇതിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു എഡ്ജ് ഉണ്ട് അല്ലേ? സോ 2 - 1. n3 ആണേലോ എഡ്ജ് പറയണ എത്രയുണ്ട്? 2 അല്ലേ? സോ 3 - 1. സോ നമുക്ക് ഇതിന്ന് എന്ത് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റും? ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ ഓൾ ട്രീസ് വിത്ത് ഫ്യൂവർ ദാൻ n വേർട്ടസസ്. ഈ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴാണ് ട്രൂ ആവണേ? ഫ്യൂവർ ദാൻ n വേർട്ടസസ് ഉള്ള എല്ലാത്തിനും എന്താണ് ഈ റിസൾട്ടന്റ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. n-1 എഡ്ജസ് തന്നെയാണ് വരുന്നത്. ലെറ്റ് us കൺസിഡർ എ ട്രീ ടി വിത്ത് n വേർട്ടെക്സ്. നമ്മളപ്പോൾ കൺസിഡർ ചെയ്യാണ് ട്രീ ടി വിത്ത് n വേർട്ടസസ് ഉള്ളവരെന്ന് എടുത്തു. ഓക്കെ, ലെറ്റ് ek be the edge between vi and vj. സോ നമ്മൾ വി ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർട്ടെക്സ് എടുത്തിട്ടുണ്ട്, വി ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർട്ടെക്സ് ഉണ്ട്, ആൻഡ് ഇത് തമ്മിൽ ഇ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ട്. ഓക്കെ, ബി ഐ ജെ ബൈ ദ തിയറം there is one and only one path between every pair of vertex. എല്ലാ പെയർ ഓഫ് വേർട്ടെക്സ് തമ്മിലും ഒരൊറ്റൊരു പാത്തേ ഉള്ളൂ എന്ന് നമുക്ക് തിയറത്തിൽ കൂടെ അറിയാം. In a tree there is no other path between vi and vj other than ek.
നമ്മുടെ ഈ ട്രീയിൽ വി ഐയും വി ജെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇ കെ എന്ന് പറയുന്ന ഒരു പാത്ത് അല്ലാതെ വേറെ ഒരു പാത്തും ഇതിലില്ല. സോ ദ ഗ്രാഫ് ബിക്കംസ് ഡിസ്കണക്റ്റഡ് ഇഫ് ദ എഡ്ജ് ഇ കെ ഈസ് ഡിലീറ്റഡ്. ഈ ഇ കെ എന്ന് പറയുന്ന ഇത് എന്ന് പറയുന്നത് റിമൂവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഗ്രാഫ് പറയണത് എന്തായി മാറും? ഡിസ്കണക്റ്റഡ് ആവുമല്ലോ, ഒബ്വിയസ്ലി കണക്റ്റഡ് ആവും. സോ നമ്മൾ ടി മൈനസ് ഇ കെ റിമൂവിങ് ഇ കെ ഫ്രം ടി ഇൻ ദ ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് ടു കോമ്പണൻസ്. നമ്മൾ രണ്ട് കോമ്പണൻസ് ഉണ്ട്, ടി1 ആൻഡ്